ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് അബ്ദുൾ റാഷിദ് ഫ്രം മോട്ടീവ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അൺലിമിറ്റഡ് ആയിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻറ്റിനെ നമ്മൾക്ക് സെൻഡ് ചെയ്യാനും ആ സെൻഡ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിനെ രണ്ട് പാരാമീറ്റർ ആണെങ്കിലും ആ പാരാമീറ്ററിലൂടെ ആ ആർഗ്യുമെൻറ്റിനെ ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്. സോ അതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മൾ എക്സാമ്പിളായിട്ട് തന്നിരുന്നത്. ഇനി ഞാൻ എന്താണ് റെസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇത്രയും കോഡിനെ ഞാൻ എന്ത് ചെയ്യാണ്, വളരെ ഒരു 2-3 കോഡിൽ ഞാൻ എന്ത് ചെയ്യാണ്, റെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ES6-ൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചർ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കെന്താണ് ഇവിടെ ഈ ഒരു ഇത് വേണ്ട, അരേ വേണ്ട, നമ്മളെന്താണ് ഇവിടെ ഇത് റെസ്റ്റ് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ 3 ഡോട്ട് ഇട്ട് കൊടുത്തു. റെസ്റ്റ് ഓപ്പറേറ്റർ എന്തായിരിക്കും, എപ്പോഴും അരേ തന്നെ ആയിരിക്കും. ഇനി എന്താണ്, അരയിലേക്ക് നമുക്ക് പുഷ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെന്താണ് ഈ അരേനെ റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കെന്താണ് ഇതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. എന്തിനാണ്, നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻറ്റിനെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരാമീറ്റർ 2 സെറ്റ് ചെയ്യുന്നുള്ളെങ്കിലും ചില സമയത്ത് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ചിലപ്പം ഒരു ആർഗ്യുമെൻ്റ് ആയിരിക്കും സെൻഡ് ചെയ്യേണ്ടി വരിക, ചിലപ്പം ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻ്റ് ആയിരിക്കും സെൻഡ് ചെയ്യേണ്ടി വരിക. ബട്ട് നമുക്ക് എന്താണ് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പാരാമീറ്ററിനെ നമ്മളെന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യില്ല, പാരാമീറ്ററിനെ ക്രിയേറ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മുന്നത്തെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. സോ ഇതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെസ്റ്റ് ഓപ്പറേറ്റർ വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയൊരു അരേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് പറയുന്നുണ്ട്, അതിലേക്കൊരു 60 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഞാൻ റൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്താണ് 60 എന്നൊരു വാല്യൂ കിട്ടി. ഈ അരയാണ് അത് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്താണ് ഇവിടെ 20 എന്ന് പറയുന്നൊരു വാല്യൂ സെൻഡ് ചെയ്തു. 20 എന്ന് പറയുന്ന വാല്യൂ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ 20 എന്ന് പറയുന്ന വാല്യൂ ഈ അരയിൽ വന്നു. അതാണ് റെസ്റ്റ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത. നമുക്കെന്താണ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു പ്രോഗ്രാമർക്ക് 3 സെൻഡ് ചെയ്യേണ്ടുള്ളൂ. ചിലപ്പം അതിൽ ഒന്നിൽ കൂടുതൽ ആർഗ്യുമെൻറ്റ് വരാൻ സാധ്യതയുള്ള ഒരു കോഡാണ് നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലേക്ക് വിടുന്നതെങ്കിൽ അതിനെ ഒന്നുള്ളെങ്കിൽ 1 സെൻഡ് ചെയ്താൽ മതി. 10 ആണെങ്കിൽ 10 സെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് നേരത്തെ കാണിച്ച രീതിയിൽ എന്താണ്, കുറച്ച് ടാസ്കിയാണ്. റെസ്റ്റ് ഓപ്പറേറ്റർ ഇല്ലെങ്കിൽ കുറച്ച് ടാസ്കിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചത്. ഇനി എന്താണ്, റെസ്റ്റ് ഓപ്പറേറ്റർ ഇത് യൂസ് ചെയ്തിട്ട് നോക്ക്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു റിസ്കി ഫാക്ടറിനെ നമുക്കിവിടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഒരു ഇതും കൊടുക്കാതെ, ഒരു ഇൻഫർമേഷനും കൊടുക്കാതെ ഞാൻ ഇത്ര ആർഗ്യുമെൻ്റാണ് സെൻഡ് ചെയ്യുന്നത് എന്നൊന്നും പറയാതെ നമുക്ക് ഇഷ്ടമുള്ള ആർഗ്യുമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം ഒരൊറ്റ പാരാമീറ്റർ സെറ്റ് ചെയ്തുകൊണ്ട്. മറ്റേത് നമ്മളെന്താണ് 2 പാരാമീറ്ററാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരൊറ്റ പാരാമീറ്റർ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, നമ്മളുടെ ആർഗ്യുമെൻറ്റ്സിനെ വളരെ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇതാണ് റെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റെസ്റ്റ് ഓപ്പറേറ്റർ, ഈ ഒരു വീഡിയോ കണ്ടവർക്ക് റെസ്റ്റ് ഓപ്പറേറ്റർ മനസ്സിലാവില്ല. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ് ആ റെസ്റ്റ് ഓപ്പറേറ്റർ എങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പ്രൊജക്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് നീഡ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് എന്താണ് റെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പഠിക്കുക. അതിൻ്റെ തിയറി എന്തൊക്കെയാണോ അതൊക്കെ പഠിച്ച് എന്ത് ചെയ്യാം, നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ബ്രഷപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണ് നമുക്ക് ആരോ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതുവരെ see you in the next video.